ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് വിയാഷ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജാതി, അതായത് ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ജാതികൾ വന്നേ എന്നുള്ളത്. അതായത് ഇത് ആദ്യം തൊട്ടേ വന്ന ഒരു സംഭവമാണ്. അതായത് 12,000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഇന്ത്യയിൽ ഈ ജാതി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അതായത് ഉയർന്ന ജാതിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല, അവരെ തൊടാൻ പാടില്ല, ഇങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ജാതി ഇന്ത്യയിൽ വന്നേ എന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ട് പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എങ്ങനെയാണ് ജാതി ഉണ്ടായ എന്ന് സയന്റിഫിക്കും അതുപോലെ തന്നെ റിലീജിയസ് എവിഡൻസ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ പാർട്ട് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തത് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടും അതായത് എങ്ങനെയായിരിക്കും ജാതി ഇന്ത്യയിൽ തുടങ്ങിയ ഉള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സും റിസർച്ച് എല്ലാം തന്നെ അദ്ദേഹം സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ രണ്ട് പാർട്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ കൾച്ചറും അതുപോലെ തന്നെ റിലീജിയൻ എങ്ങനെയാണ് ജാതി വന്നത് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സയന്റിഫിക് എവിഡൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിന്റെ മിത്ത് എന്തൊക്കെയാണ്. ഇത് ആദ്യം നോക്കിയതിന് ശേഷം നമുക്ക് അംബേദ്കറിന്റെ ആ വാക്കുകളിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇന്ത്യയുടെ ജോഗ്രഫി എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ അതായത് ലോകത്ത് പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളുടെ ജോഗ്രഫി എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇച്ചിരി സ്പെഷ്യലാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിന് മാത്രമാണ് നമുക്ക് കടലുണ്ട്, ബീച്ച് ഉണ്ട്, അതുപോലെ തന്നെ ടെറൈൻ, മൗണ്ടൻ, അതുപോലെ തന്നെ ഡിസേർട്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇതിന്റെ ജോഗ്രഫി തന്നെ ഇച്ചിരി സ്പെഷ്യലാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ വേറൊരു കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യ മറ്റു രാജ്യത്ത് നിന്ന് വ്യത്യാസപ്പെടുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കുറേയധികം മതങ്ങളുണ്ട്. ഈ കുറേയധികം മതങ്ങൾ പല ആൾക്കാരും പല ലാംഗ്വേജസ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇത്രമാത്രം സ്പെഷ്യാലിറ്റിയും ഉള്ളത്. ഇതേപോലെ തന്നെ ഇന്ത്യയിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, അതായത് ജാതി. ഇന്ത്യയിൽ പണ്ട് തൊട്ടേ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ജാതി എന്ന് പറയുന്നത്. അതായത് 12,000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഇന്ത്യയിൽ ഈ ജാതി പ്രശ്നം ഉണ്ടായിരുന്നതാണ്. അതായത് വലിയ ജാതിയുടെ ഉള്ള ആൾക്കാരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചെറിയ ജാതിയിലുള്ള ആൾക്കാർ ഉള്ളിൽ കയറാൻ പറ്റില്ല, അവരുടെ വെള്ളം കുടിക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പണ്ട് തൊട്ടേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിന് രണ്ട് തിയറീസ് ആണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ എങ്ങനെയാണ് ജാതി വന്നേന്ന് ആദ്യം തന്നെ നമുക്ക് റിലീജിയൻ വൈസ് എങ്ങനെ വന്നേ എന്ന് നമുക്ക് നോക്കാം. അതായത് പഴയ ഹിന്ദു റൈറ്റിംഗ്സിലെല്ലാം നോക്കുകയാണെങ്കിൽ ഋഗ് വേദ എന്നുണ്ട്, അതുപോലെ തന്നെ അതിൽ നിന്ന് വന്ന വർണ്ണ എന്ന് പറയപ്പെടുന്ന ആ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ. അപ്പോൾ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ജാതി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവര് മെയിൻ ആയിട്ടും 4 എണ്ണത്തിനാണ് പിരിക്കുന്നത്. ടോപ്പിനെ ബ്രാഹ്മിൻസ് എന്നാണ് പറയുന്നത്. അതായത് ബ്രാഹ്മിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്നതും അതുപോലെ തന്നെ പണ്ട് കാലത്തിലെല്ലാം തന്നെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർമാരെയൊക്കെ ആയിരുന്നു ഈ ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് അതിന്റെ താഴത്തെയുള്ള ആൾക്കാരായിരുന്നു ക്ഷത്രിയാസ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ക്ഷത്രിയ രക്തം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇവർ കൂടുതലും വാരിയസും അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന രാജാക്കളെയൊക്കെ ആയിരുന്നു കൂടുതലും ഈ ക്ഷത്രിയ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം അതിന്റെ താഴെയുള്ളതാണ് വൈശ്യാസ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വൈശ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താന്ന് വെച്ചാൽ അതായത് കൂടുതലും ബിസിനസ്സുകളും അതുപോലെ തന്നെ ഇവർ മെർച്ചന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ മറ്റു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ബിസിനസ് നടത്തിയായിരിക്കും ഇവർ കൂടുതലും അതായത് ഇങ്ങനെ കുടുംബമെല്ലാം നടത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരെയാണ് വൈശ്യാസ് എന്ന് പറയുന്നത്. അതിനുശേഷം അവസാനത്തെ പൊസിഷനിലുള്ള ആൾക്കാരെയാണ് ശൂദ്രാസ് എന്ന് പറയപ്പെടുന്നത്. ഇവര് കൂടുതലും അതായത് പണിക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് മേലെന്നുള്ള ആൾക്കാർക്കെല്ലാം തന്നെ പണിയെടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാരായിരിക്കും ഈ ശൂദ്രാസ് എന്ന് പറയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൂടാതെ ദളിത് എന്നും ആൾക്കാർ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശൂദ്രാസിന്റെ കൂടെയാണ് പലരും ദളിതിനെ ഉൾപ്പെടുത്തുന്നത്. പക്ഷെ മറ്റു ചിലർ പറയുന്നത് അതായത് ഇതിന്റെ കൂടെയല്ല, ഈ ദളിത് എന്ന് പറയപ്പെടുന്ന ഇതിലും താഴെയുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിഫറൻസും പറയാറുണ്ട്. പക്ഷെ ഇത് മാക്സിമം ഈ ശൂദ്രാസും ദളിതും എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെയാണ് പല തിയറികളിലും പറയുന്നത്. പക്ഷെ മറ്റു പലരും അത് ശരിക്കും തെറ്റായ ഒരു കാര്യമാണ്, ദളിത് അതിന്റെയും താഴെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനു പുറമെ അതായത് ഈ ബ്രാഹ്മണം, ക്ഷത്രിയ അതുപോലെ തന്നെ ഇങ്ങനെ പിരിച്ചതിന്റെ പേര് ഒരു മിത്തും കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. മിത്ത് എന്താണെന്ന് വെച്ചാൽ അതായത് ഹിന്ദുക്കളുടെ ഒരു ദൈവമാണ് അതായത് ബ്രഹ്മാവ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ബ്രഹ്മാവിന്റെ തലച്ചോറിനെയാണ് ഈ ബ്രാഹ്മിൻസ് ആയി പറയപ്പെടുന്നത്. അതായത് വിഷ്ണു തലയിലുള്ള വിഷ്ണുത്തിനെയാണ് ഇവർ ബ്രാഹ്മിനായിട്ട് അതായത് ബ്രാഹ്മിൻ പ്രീസ്റ്റും അതുപോലെ തന്നെ ഇവരെ ദൈവത്തിനെ പോലെയാണ് ബ്രാഹ്മിൻസിനെ ഹിന്ദുക്കൾ കാണുന്നത്. അതിനുശേഷം അതിന്റെ അടുത്തത് ക്ഷത്രിയ എന്ന് പറയപ്പെടുന്നത് ഇത് ബ്രഹ്മാവിന്റെ കൈയിനെ അതായത് കൈയിന്റെ സ്ട്രെങ്ത് ആ ഒരു രീതിയിലാണ് ഈ ക്ഷത്രിയനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ താഴെയുള്ള വൈഷ്ണവ എന്ന് പറയപ്പെടുന്ന ഇവർ ഇതിന്റെ തൈയാണ് അതായത് ബ്രഹ്മാവിന്റെ തൈനെയാണ് അതായത് അതിന്റെ ഉള്ള പോസ്പെറിറ്റിനെയാണ് ഇതിനെ വൈഷ്ണവാസ് എന്ന് പറയപ്പെടുന്നതും. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ബ്രഹ്മാവിന്റെ ഫീറ്റ് അതായത് ഫീറ്റിനെയാണ് നമ്മൾ ശൂദ്രാസ് എന്ന് പറയപ്പെടുന്നതും എന്ന് പറയുന്ന ഒരു മിത്തും കൂടെ പണ്ട് തൊട്ടേ സ്പ്രെഡ് ആയി വന്നതാണ്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ബ്രാഹ്മണന്മാർക്ക് ഏറ്റവും ടോപ്പായിട്ട് അതായത് അവർക്ക് പണിയെടുത്ത് കിട്ടാനും അതുപോലെ തന്നെ അവരെ എപ്പോഴും ഒരു സൊസൈറ്റിയിൽ വലിയ ആളായി കരുതാൻ വേണ്ടിയാണ് അവരിങ്ങനെ ഒരു ഡിവൈഡ് കൊണ്ടുവരികയും അതുപോലെ തന്നെ
ദളിതനെല്ലാം താഴെ കൊണ്ടുവന്ന് വെച്ച് എന്ന് പറയുന്നുണ്ട്. അതായത് മനുഷ്യന്മാർക്കും ഇതിനുമായിട്ട് ഒരു ബന്ധവുമില്ല, ജാതിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പലരും ക്രിറ്റിസൈസും ചെയ്യാറുണ്ട്. ഇനി നമുക്ക് അതായത് സോഷ്യൽ പരമായിട്ട് അതായത് ഹിസ്റ്റോറി പരമായിട്ട് നോക്കാം, അതായത് ഇത് എങ്ങനെയാ വന്നതെന്ന്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1500 BC അതായത് 1500-1800 BC അതായത് ബിഫോർ ക്രൈസ്റ്റിന്റെ ആ ഒരു സമയത്ത് മിഡിൽ ഈസ്റ്റ് യൂറോപ്പിൽ നിന്ന് അതായത് യൂറോപ്പിൽ നിന്നല്ല തന്നെ അതായത് ഇൻഡോ യൂറോപ്പിൽ നിന്ന് ആര്യൻസ് എന്ന് പറയപ്പെടുന്ന അവർ ഇന്ത്യയിലോട്ട് വരുന്നു. അപ്പോൾ അവർ ഇന്ത്യയിൽ വന്ന് അവർ പടയെടുത്ത് ഇവിടെ നിന്ന് കുറേയധികം സ്ഥലങ്ങൾ അവർ കോൺകർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആര്യൻസ് എല്ലാം വന്ന സമയത്ത് ആര്യൻസ് വെച്ച പേരുകളാണെന്നും പറയപ്പെടുന്നു. അതായത് ആര്യൻസിനെ അവർ വന്ന് കോൺകർ ചെയ്തപ്പോൾ അവിടെ പണിയെടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാരെ അവർ സെപ്പറേറ്റ് ആയിട്ട് ഈ വൈശ്യാസ് എന്ന് അതായത് ഈ വൈശ്യാസ് എന്നും അതുപോലെ തന്നെ ഭരിക്കുന്ന അവരെ ക്ഷത്രിയാസ് എന്നും അതുപോലെ തന്നെ അതിന്റെ മേലെ പൂജ ചെയ്യുന്നവരെ അതായത് ഈ ബ്രാഹ്മൺസ് എന്നും അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള ദളിത് എന്നും സ്പ്ലിറ്റ് ചെയ്തതെന്നും പറയപ്പെടുന്നുണ്ട്. പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് ഓരോ പണികളാണ്. ഇപ്പോൾ എങ്ങനെയാണ് കൊല്ലന്മാര് പണിയെടുക്കുമ്പോൾ കൊല്ലൻ എന്ന് പറയപ്പെടുന്നു, അതേപോലെ ഓരോ ആൾക്കാരും പണിയെടുക്കുന്നതിന് അനുസരിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞത്. പിന്നീട് ഇത് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അതായത് ഇവർ മറ്റ് ജാതികളുമായിട്ട് ഇവർ കമ്പയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാതായതാണ് എന്ന് പറഞ്ഞ് ഈ ഒരു തിയറിയും കുറെ പേര് വിശ്വസിക്കുന്നുണ്ട്. ഇനി അവസാനത്തെ ഘട്ടത്തിലോട്ട് വരാം. നമുക്ക് അംബേദ്കർ എന്താണ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1916 മെയ് 9 കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഈ അംബേദ്കർ അതായത് ഡോക്ടർ അംബേദ്കർ അവിടെ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ആ പേപ്പറിൽ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ജാതിയെ കുറിച്ചുള്ള അതായത് എങ്ങനെയാണ് ഇത് ഉണ്ടായത്, അതുപോലെ തന്നെ ഇത് എങ്ങനെയായിരിക്കും ഇത് ഫോളോ ചെയ്ത് ഇത്രമാത്രം വർഷങ്ങൾ കടന്നു വന്നേ എന്നുള്ളതിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അംബേദ്കറുടെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എഴുതിയ ഒരാളും കൂടിയാണ് ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ അംബേദ്കർ ഈ ഒരു കാര്യത്തിന് അതായത് ജാതിയെ കുറിച്ച് പറയാനുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് അംബേദ്കർ താഴ്ന്ന ജാതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറേയധികം കഷ്ടപ്പെട്ടു. അതായത് വേറൊരു അത്രയും താഴ്ന്ന ജാതിയിൽ നിന്ന് വേറൊരാൾ അത്രയും ഉയരത്തിൽ ആ ഒരു സമയത്ത് എത്തുക എന്ന് വെച്ചാൽ ആർക്കും തന്നെ ഒരു ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അത്രമാത്രം ഇമ്പോസിബിൾ ആയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്നേക്കുമായി നീക്കി കളയണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അംബേദ്കർ, പെരിയാർ തുടങ്ങിയ പല ഇന്ത്യൻ സ്വാതന്ത്ര്യ നേതാക്കളെല്ലാം തന്നെ ആ സമയത്ത് കുറേയധികം കഷ്ടപ്പെട്ടത്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ജാതി എന്ന് പറയപ്പെടുന്നത് അതായത് 2000 വർഷങ്ങളോളമായിട്ട് ഇന്ത്യയിൽ ഫോളോ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇത് 1-2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 100 വർഷം കൊണ്ടോ ഇത് എടുത്തു കളയാൻ പറ്റില്ല. ഇത് മെല്ലെ 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 പോകുകയോ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അംബേദ്കർ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് അതായത് ജാതി എങ്ങനെയായിരിക്കും തോന്നിയ ഉള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുൻപ് റിപ്പോർട്ടുകളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചിലർ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെനറ്റ് നെസ്ഫീൽഡ്, അതുപോലെ തന്നെ റിസ്ലി, അതുപോലെ തന്നെ കെറ്റ്കർ. അപ്പോൾ ഈ കെറ്റ്കർ എന്ന് പറയപ്പെടുന്ന അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യവുമായിട്ട് ഈ അംബേദ്കർ യോജിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് കെറ്റ്കർ എന്ന് പറയുന്ന ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് പണ്ട് ജാതി ഉണ്ടാക്കിയത് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ അതായത് ഒരു സ്ഥലത്ത് ഒരു സമൂഹമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഒരു സമൂഹത്തിലുള്ള ആൾക്കാർ അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ബന്ധമുണ്ടാവാനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് എൻ്റെ വീട്ടിലെ മകളെ ആ ഒരു ആൾക്കാർക്ക് അതായത് എൻ്റെ ജാതിയിലെ ആൾക്കാർക്ക് കെട്ടിച്ചു കൊടുക്കാം എന്നുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കിയതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ തന്നെയാണ് അംബേദ്കറും പറയുന്നത്, അതായത് ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും ജാതി ഇന്ത്യയിൽ ഉണ്ടായേ എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് അതായത് ഈ ജാതി അങ്ങോട്ട് പോവില്ല, ഈ ജാതി ഇങ്ങോട്ട് പോവില്ല, ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഉണ്ടായേ എന്ന് പലർക്കും ഒരു സംശയം തോന്നാം. അതിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് എക്സ്റ്റോഗമി ആൻഡ് എൻഡോഗമി. അപ്പോൾ ഈ എൻഡോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഞാൻ ഒരു ജാതിപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ ജാതിയിലുള്ള ആൾക്കാരെ മാത്രമോ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കാണ്ടെങ്കിലും ഞാൻ എൻ്റെ ജാതിയിലുള്ള ആൾക്കാരെ മാത്രമോ തെരഞ്ഞു പോകുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എൻഡോഗമി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എക്സോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഞാൻ ഏത് ജാതി ആയിക്കോട്ടെ, ബ്രാഹ്മണനോ അല്ലെങ്കിൽ എന്ത് ഇത് ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ആൾക്കാരെ വിവാഹം കഴിക്കുമ്പോൾ അത് എനിക്ക് ഏത് ജാതിയിൽ നിന്ന് എടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയാണ് ഈ എക്സ്റ്റോഗമി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം ഈ എൻഡോഗമി ആയിരുന്നു ഫോളോ ചെയ്ത് വന്നിരുന്നത് എന്നാണ് അംബേദ്കർ പറയുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ജാതിയിലുള്ള ആൾക്കാരെല്ലാം ഞാൻ അങ്ങോട്ടും അയക്കില്ല, അവരെയുള്ളവരെ എനിക്ക് ഇങ്ങോട്ടും വേണ്ട എന്നുള്ളത്. അപ്പോൾ ഇതിനെ അംബേദ്കർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് പണ്ട് ഒരു ജാതി, ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു XYZ എന്ന് പറയുന്ന ഒരു ജാതി എടുത്തോ, അപ്പോൾ ആ ഒരു ജാതിയിൽ 100 ആൺപിള്ളേരും 100 പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റേഷ്യോ ആകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതായത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വിവാഹം കഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷെ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പെൺകുട്ടി കൂടുക, അതായത് ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചു വിട്ട് അതായത് ആ പെൺകുട്ടിയുടെ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഒബ്വിയസ്ലി ആയിട്ട് മറ്റൊരു ആണിനെ തെരഞ്ഞു പോകും എന്നുള്ളത്
എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഇതിനെ തടയാൻ വേണ്ടി അതായത് അപ്പോൾ മറ്റൊരു ആളിനെ തെരഞ്ഞു പോകുമ്പോൾ അതായത് നമ്മുടെ ജാതിയിൽ നിന്ന് കിട്ടാതെ കൊണ്ട് അതായത് നമ്മുടെ ജാതിയിൽ ഓൾറെഡി 99 പേർക്കും ഫിക്സ് ആണ്. അപ്പോൾ വേറെ ജാതിയിലോട്ട് പോകുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് സതി തുടങ്ങിയ സിസ്റ്റം എല്ലാം ഇന്ത്യയിൽ വന്നിരുന്നേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സതി എല്ലാം ഉണ്ടാക്കിയതും ആരായിരിക്കും? അതായത് കാലഘട്ടങ്ങളിലെല്ലാം തന്നെ സ്ത്രീകൾക്ക് അത്ര ഫ്രീഡം ഇല്ലാലോ. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അതായത് പുരുഷന്മാരായിരിക്കും ഈ സതി തുടങ്ങിയ അതായത് നിയമങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് അതായത് ഈ സ്ത്രീ വേറൊരു ജാതി പോകുമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ എന്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ ചിതയിലോട്ട് തന്നെ എടുത്തു ചാടേണ്ടി വരും, അല്ലെങ്കിൽ അതായത് മൊട്ടയടിച്ചും അതുപോലെ തന്നെ വിധവ എന്ന പേരിൽ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ വേറൊരു ജാതിയിലോട്ട് പോകുമില്ല. അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ അതായത് ആ ഒരു സമൂഹം നല്ല രീതിയിൽ പോകുമെന്ന് ആ സമയത്ത് അംബേദ്കർ അതായത് ഇങ്ങനെയായിരിക്കും ആൾക്കാർ വിചാരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ജാതി മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതായത് ഫീമെയിൽ ആൾക്കാർക്കായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അതായത് സതി വന്നപ്പോഴും ചൈൽഡ് മാരേജ് വന്നപ്പോഴും ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഫീമെയിൽ ആയിരുന്നു ഇതിൽ കൂടുതലും ടോർച്ചർ ചെയ്യപ്പെട്ടത്. അതായത് ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ അതായത് സ്വന്തം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ തീയിലെടുത്ത് ചാടി മരിക്കണം, അല്ലെങ്കിൽ വിധവ എന്ന പേരിൽ പിന്നെ ഒരിക്കലും വീടിന്റെ പുറത്തോട്ട് വരാൻ പാടില്ല. ഈ ഒരു രീതിയിൽ അപ്പോൾ ആൾക്കാർ അതായത് നേരെ മറിച്ച് സ്ത്രീകളാണ് മരിക്കുന്നത്, അതായത് അവന് വരും ഇപ്പോൾ വൈഫാണ് മരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇത് അതായത് പുരുഷന്മാരാണ് ഈ നിയമം ഉണ്ടാക്കിയത്. അപ്പോൾ അവർക്കും അതായത് ഈ ഒരു സംഭവം വന്നാലോ എന്ന് പേടിച്ചുകൊണ്ട് അവരതിൽ കണ്ടുപിടിച്ച മറ്റൊരു വഴി എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഞാനൊരു കല്യാണം കഴിച്ചു, എൻ്റെ ഭാര്യയാണ് അവിടെ മരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സമയത്ത് അവർ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത് അതായത് പുരുഷനെ അവിടെ അതായത് തീയിലെടുത്ത് ചാടിയോ അങ്ങനെ ഒരു പ്രാക്ടീസും ഇല്ലായിരുന്നോ. അതിന് പകരം ആ സമൂഹത്തിൽ തന്നെ ഏറ്റവും ചെറിയ കൊച്ചിനെ അതായത് ഒരു പ്രായമുള്ള ഒരു ചെറിയ കൊച്ചിനെ കണ്ടുപിടിച്ച് അവർ മാരേജ് ചെയ്ത് വെക്കും. അപ്പോൾ ആ ഒരു കച്ച് വയസ്സാകുന്നോടം വരെ അതായത് ഇപ്പോൾ 18 വയസ്സ് ആകുന്നോടം വരെ തന്നെ അതായത് ഈ കല്യാണം കഴിച്ച ഇദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയായിരിക്കും. പക്ഷെ അതുവരെ അവരൊരു സെക്ഷൽ റിലേഷനിലൊന്നും ആവില്ല. അതിനുശേഷം പിന്നീടുള്ള കാലഘട്ടങ്ങൾ അതായത് വയസ്സിന് വന്നതിന് ശേഷം അവർ വീണ്ടും അതായത് കുടുംബം നടത്തുന്നതായിരിക്കും ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയം വരെ അപ്പോൾ മറ്റു പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇങ്ങനെ ചൈൽഡ് മാരേജ് കൊണ്ടുവന്നതിന്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു പെൺകുട്ടി അതായത് ഒരു വയസ്സാകുമ്പോൾ തന്നെ ആൺകുട്ടികൾ അതായത് മറ്റു ജാതിയിലുള്ള ആൺകുട്ടികളിലോട്ട് പോവുകയോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരോട് ലസ്റ്റ് തോന്നുകയോ തോന്നും. അപ്പോൾ ഇതെല്ലാം തടയാൻ വേണ്ടിയാണ് ചൈൽഡ് മാരേജ് കൊണ്ടുവന്നേ എന്ന് പറഞ്ഞ് കുറെ പേര് വിമർശനം പറയുന്നുമുണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെയല്ലാന്ന്. പക്ഷെ അംബേദ്കർ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇത് തന്നെയാണ് അംബേദ്കർ ഏറ്റവും ഹൈലൈറ്റ് ആയി പറയുന്നത്. അതായത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അങ്ങനെ അവർ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മറ്റു ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു ജാതിയുടെ ഇതുകൊണ്ടൊന്നുമല്ല, അതായത് ഈ സതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നതിന്റെ പ്രധാന കാര്യം അതായത് ഇപ്പോൾ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കും കൂടി സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചൈൽഡ് മാരേജ് ആണെങ്കിൽ അതായത് മറ്റ് ആൾക്കാരെയൊന്നും ആഗ്രഹിക്കാതെ ഒറ്റൊരു പുരുഷനുമായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ചൈൽഡ് മാരേജ് കൊണ്ടുവന്നേ എന്നും പറയപ്പെടുന്നവരുണ്ട്. ഇനി നമ്മൾ അടുത്തതിലോട്ട് നോക്കാം. അതായത് അംബേദ്കർ ഇങ്ങനെയാണ് വന്നേ എന്ന് പറയപ്പെടുന്നു. പക്ഷെ എങ്ങനെയായിരിക്കും പിന്നീട് ഇത് എല്ലാ ജാതികളിലോട്ടും അതായത് ഇപ്പോൾ എൻ്റെ ഒരു ജാതിയാണ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റു ആൾക്കാരും പിന്നെ അതെങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? ആ ഒരു സംശയം പലർക്കും ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ച് അംബേദ്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് മനുസ്മൃതി എന്ന് പറയപ്പെടുന്ന ആ ഒരു മുനി അല്ലെങ്കിൽ ആ ഒരു സ്വാമി എന്ന് പറയപ്പെടുന്ന അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് അതായത് ഒരു ബുക്കിലായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നത്. അതായത് ഈ ജാതിയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു നിയമമായിട്ട് അതൊരു ബുക്കിൽ എഴുതുമ്പോൾ മറ്റു ജാതിയിലുള്ള ആൾക്കാരും അതായത് ഇതേ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മെയിൻ ആയിട്ട് 3 റിലീജിയൻ നമുക്ക് എടുക്കാം, അതായത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. അപ്പോൾ ഇതെങ്ങനെയാണ്? അതായത് ഞാൻ ഹിന്ദു ആണെങ്കിൽ ഞാൻ ഹിന്ദുവിനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ, മുസ്ലിമിനെ വിവാഹം കഴിക്കില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യനെ മാത്രം, മുസ്ലിം ആണെങ്കിൽ മുസ്ലിമിനെ മാത്രം. ഇങ്ങനെയുള്ള തീരുമാനം എന്തുകൊണ്ടായിരിക്കും എടുത്തത്? അതായത് ഏതെങ്കിലും ഒരു റിലീജിയൻ ആയിരിക്കും ആദ്യം ഇങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനെ തുടർന്ന് മറ്റ് ആൾക്കാരും അതായത് ഇത് തന്നെ ഫോളോ ചെയ്ത് വന്നതായിരിക്കും. അതേ രീതിയാണ് ഇവിടെയും അപ്ലൈ ആവുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഒരു ജാതിയിലുള്ള ആൾക്കാർ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നിരുന്നു. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ കണ്ട് മറ്റു ജാതിയിലുള്ള ആൾക്കാരും അവരങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ അത് ഫോളോ ചെയ്തെങ്കിൽ നമുക്കൊരു കുറച്ചിലാന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും നമ്മളും അതായത് അവരും അങ്ങനെ ഫോളോ ചെയ്ത് വന്നിരുന്നേ എന്നാണ് അംബേദ്കർ പറയുന്നത്. അപ്പോഴും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് നമ്മൾ വീഡിയോന്റെ നടുക്കൊന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം, പിന്നെ എങ്ങനെയാണ് ഈ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ളതൊക്കെ ഉണ്ടോ എന്നത് അറിയുന്നത്? അപ്പോൾ ഇതിനെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ വീഡിയോന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, അതായത് ഒരു വിഭാഗം ആൾക്കാർക്ക് എപ്പോഴും അവർ സൊസൈറ്റിയിൽ വലുതായി കാണിക്കണം എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടായിരിക്കും ഉയർന്ന ജാതിയായി അവർ ഡിക്ലെയർ ചെയ്തും അതിനുശേഷം പണിക്കാരെ എല്ലാം തന്നെ അതിനനുസരിച്ച് അതായത് ആക്ച്വലി ഈ ജാതി വരാനുള്ള പ്രധാന കാരണം ഈ പണീനെ ഡിസ്ക്രൈബ് ചെയ്തതെന്നും പലരും പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്
കൊല്ലന്മാരാണെങ്കിൽ നമ്മൾ കൊല്ലൻ എന്ന് വിളിക്കും. അതുപോലെ തന്നെ അതായത് ഓരോ ആൾക്കാർ, അതായത് പണിക്കാരാണെങ്കിൽ പണിയർ, അങ്ങനെ പല രീതിയിൽ നമ്മൾ വിളിക്കും. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഫസ്റ്റ് തൊട്ടേ ഫോളോ ചെയ്ത് വന്നിരുന്നത്. പക്ഷെ പിന്നീട് ഈ വലിയ ജാതിയിലുള്ള ആൾക്കാരെല്ലാം തന്നെ സൊസൈറ്റിയിൽ ഒരു ഉയർന്ന പൊസിഷൻ കിട്ടാൻ വേണ്ടി അവരെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അതായത് ഫുള്ളായിട്ടും ഇതിന്റെ ഫുള്ളിൽ എങ്ങനെയാണ് വന്നേ എന്നുള്ള ഒരു കാര്യം എവിടെയും ലിറ്ററേച്ചർ ഇല്ല. ഇതെല്ലാം സയന്റിഫിക് എവിഡൻസും അതുപോലെ തന്നെ മറ്റു രീതിയിലും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ പലർക്കും തോന്നാം ഈ കാലത്തെല്ലാം ആരെയാണ് ജാതി നോക്കുന്നത്. ഇപ്പോഴും ഹിന്ദുക്കൾ ഒരു അറേഞ്ച് മാരേജ് നടത്തുന്ന ഒരാളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചോദിച്ചു നോക്ക്, അതായത് ഇപ്പോഴും ജാതി നോക്കുന്നുണ്ടോന്ന്. അതായത് ഒരു 100% ഇപ്പോൾ ഒരു 50% കുറഞ്ഞു എന്ന് പറയാം. പക്ഷെ ഫുള്ളായിട്ടും ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാം, കാരണം എനിക്കത് അറിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.